ഉണ്ടായിരുന്നപ്പോൾ നിത്യമായ ഞരക്കം. പ്രിയ ദൈവമക്കളെ, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കരുത്. രാവും പകലും ദൈവത്തോട് കരയാൻ നമ്മൾ തയ്യാറാകണം. കരയാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നിത്യമായ ഞരക്കം. നിത്യമായ ഞരക്കമെന്ന് പറയുമ്പോൾ സ്തോത്രം, ഹൃദയത്തിലുണ്ടാകുന്ന വേദന കൊണ്ട് ശബ്ദം പുറത്തു വരാൻ കഴിയാതെ വണ്ണം സ്തോത്രം ഹൃദയം ഏങ്ങലടിക്കുന്ന അനുഭവമാണ് ഞരക്കം. ആ ഞരക്കത്തിൽ നമ്മൾ അനുഭവപ്പെടും. ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞില്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പം നന്മയുണ്ട്, ഉണ്ടായിരുന്നിട്ടും ഇല്ല എന്ന് പറയുന്നത് ഒന്ന്. രണ്ട്, നമ്മളെ കയ്യിൽ നന്മയുണ്ട്, ഉണ്ടായിരുന്നിട്ടും നാളെ തരാമെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളവനെ മടക്കി അയക്കുന്നത്. കയ്യിലുള്ളപ്പോൾ നീ പോയിട്ട് വാ, നാളെ തരാം. സംഭവം നമ്മളെ കയ്യിലുണ്ട്. ഹാല്യാസ്തോത്രം. 3, നമുക്ക് ദാരിദ്ര്യമുള്ളപ്പോൾ ഉള്ളവൻ്റെ വീട്ടിൽ കൂടെ കൂടെ കയറി പോണത്. അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങാം എന്ന ചിന്തയോടുകൂടി അവിടെ കൂടെ കൂടെ കയറി. ഇതെല്ലാം പാപത്തിൻ്റെ പട്ടികയിൽ വരുന്നു. നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജീവിക്കണം. അല്ലാതെ മറ്റൊരാളിനെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുന്നതിന് തുല്യം. അതാണ് പൗലോസ് പറഞ്ഞ, വേല ചെയ്യാത്തവൻ തിന്നാനും പാടില്ല. വേല ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ ഒരു പാപം സംഭവിച്ചു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതിനെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് കരയാൻ തയ്യാറാകണം. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം ഒന്നെടുത്ത് അതിൻ്റെ 11-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചോ. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. കണ്ട, പാപം ചെയ്ത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മറ്റുള്ളവരോട് തൻ്റെ ആവലാതി ചുമ്മാ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ നിന്ന് 10-15 മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു വാക്ക് പറയാൻ കഴിയാതെ അവൻ ഇങ്ങോട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ പാപം ചെയ്ത മനുഷ്യനാണ്. അവൻ എന്ത് ചെയ്യുന്നില്ല? വായടയ്ക്കുന്നില്ല. അവന് മനപ്പീഡ വർദ്ധിക്കുന്നു. മനപ്പീഡ, അവരുടെ മനസ്സിന് സങ്കടം ദൈവം കൊടുക്കുകയാണ്. ആ പീഡ കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പലരോടും വായടയ്ക്കാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത് വേണ്ട, അവന് എന്തുകൊണ്ടാണ് അവൻ ഈ സങ്കടം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനോവ്യസനം. മനോവ്യസനം വർണ്ണത് തന്നെ പാപം ചെയ്യുമ്പോഴാണ്. മനോവ്യസനത്തിൽ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചുമ്മാ സങ്കടം. ഇതിനൊക്കെ പ്രവചനം വേണോ? സിസ്റ്റർ, ആളിന്റെ സ്വഭാവം ഉണ്ണിയെ കണ്ട് ഊരിലെ പഞ്ച അറിയാം. അതേപോലെ വൃക്ഷം കണ്ട് ഫലത്തെ തിരിച്ചറിയാം. ആളിന്റെ സ്വഭാവം നോക്കി ഇവ ഏത് ഗണത്തിൽ പെട്ടതാണെന്ന് അതിന് പ്രാർത്ഥിച്ച് പ്രവാചകനെ വിളിച്ച് പ്രവചനമൊന്നും നോക്കണ്ട.
വചനവും കൂടെ വെച്ചിട്ട് നോക്കിയാൽ മതി. എപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ നിത്യമായിട്ട് ദൈവത്തോട് നിരന്തരം ഒരു പാപം ചെയ്തിട്ട് അതിന് പ്രാർത്ഥിച്ച് നേടിയിട്ട് അടുത്ത പാപം ചെയ്യുന്നു. ചുമ്മാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ദൈവം ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കാവലാക്കി വെക്കുകയാണ്. ഇവൻ എങ്ങോട്ട് തിരിഞ്ഞാലും കാര്യം ഇന്നലെ പാവം ചെയ്തിട്ട് ദൈവമേ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ദൈവം ക്ഷമിച്ചു കൊടുത്ത്, അടുത്ത പാവം ചെയ്തിട്ട് വീണ്ടും ദൈവമേ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇപ്പം ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു കാവലാക്കി വെച്ചിട്ട് പറയണേ, എടാ ഇവൻ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് പാവം ചെയ്യണമെങ്കിൽ ഉടനെ എന്ത് ചെയ്തിരിക്കണം? അടി. ഇപ്പൊ ആളെ ആക്കി വെച്ച് നീ എനിക്ക് കാവലാക്കി വെക്കുന്നതിന് ഞാൻ കടലോ കടലാനയോ ആണോ? ഇവരുടെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് എപ്പോഴും കട്ടിൽ കയറി കിടക്കണം. ഇത് പാപം ചെയ്യുന്ന രണ്ടാമത്തെ ആളിന്റെ ലക്ഷണം. ഇവർക്ക് എന്തുണ്ട്? ഒരു കട്ടിലുമുണ്ട്, ഒരു വെത്തയുണ്ട്. അത് നിങ്ങൾ കയ്യിൽ നിന്നിട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നില്ലല്ല. അപ്പൊ നമ്മള് വീട്ടിൽ എന്ത് ചെയ്തു? ഒരു കട്ടില് വാങ്ങിച്ചിട്ടു, ഒരു മെത്തയും. പാവം ചെയ്തോ ഓടിച്ചെന്നോ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലറിയാം. ഈ കരയാൻ പോണവർ ഓടിച്ചെന്ന് എവിടെ കൊണ്ടുപോകും? കട്ടിലും മെത്തയും അല്ലേ? പാപം ചെയ്യുന്നവരാണ് കൂടുതൽ കിടക്കുന്നത്. അതിൽ യാതൊരു തർക്കവും വേണ്ട. പാപം ചെയ്ത് മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നവർ അവരെ കട്ടിലിന് ആശ്രയം തേടും. ആ ആശ്രയം തേടിയിട്ട് അവര് വിചാരിക്കണ എന്താണ്? കിടന്ന ഇത്തിരി ആശ്വാസം. കാര്യം ചെയ്തതെല്ലാം എന്ത് ചെയ്യും? ഉറങ്ങുമ്പം മരിക്കുന്നതാണല്ല, ഒന്ന് ഓർമ്മ. പക്ഷെ ദൈവം അവിടെയും പ്രവർത്തിച്ചു. എന്തു കൊടുക്കൂല ഇവർക്ക്? വായിച്ചേ. ആ വിഷയമില്ലാത്ത സ്വപ്നം കൂടെ കൊടുക്കും. മനസ്സ് അലട്ടിക്കൊണ്ടേയിരിക്കും. ശരിക്കും ദൈവാത്മാവൊന്നുമല്ല ആ സ്വപ്നം കൊടുക്കണത്. പിശാച് കൊണ്ടൊന്ന് സ്വപ്നം കൊടുക്കും. ഇങ്ങനെയൊക്കെ ആണ്, ഇങ്ങനെയൊക്കെ എന്താണ്. അവൻ ആള് എപ്പോഴും എൻ്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെടും. അപ്പോഴും കയറി പറ്റാൻ വേണ്ടി എന്ത് ചെയ്യാണ്? കാത്തു നിൽക്കുകയാണ്. ഇവൻ ചഞ്ചലപ്പെട്ട് ചെന്നോടനെ അപ്പം പിന്നെ ഭാര്യയാണ് കിടക്കണമെങ്കിൽ ഭർത്താവ് വന്ന ഉടനെ 200 കുറ്റം ഭർത്താവിൻ്റെ അടുത്ത് പറയും. ഇനി അമ്മാവിയാണ് കിടക്കണമെങ്കിൽ അമ്മാവി എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ അടുത്തോ മോൻ്റെ അടുത്ത് 200 കുറ്റം മരുമകളെ കുറിച്ച്. ഈ സ്വഭാവം പിശാച് കയറി കഴിഞ്ഞു. പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റം പറയാൻ തുടങ്ങി. പിശാച് കയറി ഇവരെ ഉള്ളിൽ. ഇവര് ചെയ്ത എന്താണ്? നിസാര കട്ടിലിൽ കയറി. ഇത്രയും മനുഷ്യൻ ചെയ്തോളൂ. ബാക്കിയൊക്കെ ആര് ചെയ്ത്? സാത്താൻ ചെയ്ത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവരെ പോലെയുള്ളവരെ ഒന്നും അറിയാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? പാസ്റ്റർമാരെ വിളിച്ച് ഒരു പ്രവചനം വെച്ച്, അയ്യോ ഒരു പ്രവാചകനെ വിളിച്ച് ഏത് ലെവലിലാണ് ഇവരൊന്ന് അറിയാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ വചനങ്ങളൊക്കെ വായിച്ചാൽ മതി. വചനം വായിച്ചാൽ മതി. ഇരട്ട വെളുക്ക ഒരു കിടക്കും കയറി. സങ്കീർത്തനം 38:3 വയര് വേഗത്തിൽ പോകും. സമയം പോണം. എല്ലാ കാര്യവും കൂടെ കുറച്ചുകൂടെ പറഞ്ഞു തരാൻ ഉണ്ട്. കണ്ട, ഈ കൂടുതൽ രോഗം പറഞ്ഞത് മറ്റുള്ളവരോട് നാം നീരസം കാണിക്കുമ്പോഴാ കൂടുതൽ രോഗം.
നീ മര്യാദക്കിരി. എത്ര രോഗമുണ്ടെങ്കിലും ദൈവം അങ്ങ് നമ്മളെ എന്ത് ചെയ്യും? വഴി നടത്തും. ഒരു ക്ഷീണമില്ലാതെ നടത്തും. പക്ഷേ നിനക്ക് മറ്റൊരാളിനോട് നീരസമുണ്ടെങ്കിൽ, ഒരു ചെറിയ രോഗമുണ്ടെങ്കിലും അത് സൗഖ്യം പ്രാപിക്കില്ല. സംഭവം ഉള്ളത് എന്താണ്? ചെറിയ ആ രോഗം ഭേദമാകാത്തതിന് കാരണം നിന്റെ ഉള്ളിനകത്ത് ആരോട് നീരസം ഉണ്ട്. ആ നീരസം മാറട്ടെ, സൗഖ്യമാകും. മനസ്സിലായ? നീരസം വെച്ചുകൊണ്ട് ഇനി എത്ര മരുന്ന് കുടിച്ചാലും സൗഖ്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ പൊളിയാണെന്നില്ല. നിങ്ങൾ വചനം വെച്ച് വീട്ടിൽ ചെന്നിരുന്നത് കൊണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ, പാസ്റ്റർ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതും കൂടെ. അടുത്ത വായിച്ചോ. അപ്പൊ അസ്ഥിര കാലുവേദന, മുട്ടുവേദന, കുറുക്ക് വേദന, നട്ടല് വേദന വന്നത് എന്തുകൊണ്ട്? നീരസമല്ല, പാവം. മനസ്സിലായില്ലേ? നമ്മൾ മോട്ടിച്ചെന്നോ പിടിച്ചു പറിച്ചെന്നോ വ്യഭിചരിച്ചെന്നോ അല്ല പാവം. ചേരാൻ പാടില്ലാത്ത ഒരാളുടെ കൂട്ടുകൂടി നടന്നാലും അത് പാവം തന്നെയാണ്. പൊട്ടച്ചൊല്ല് കളിവാക്ക് പറയണ ഒരാളുടെ ഇടയിൽ ചെന്നിരുന്നാലും അത് പാവം തന്നെയാണ്. ഇത് ഞാൻ വെറുക്കുന്നു എന്നാ വേദപുസ്തകം. അതിൻ്റെ ഇടയിൽ ചെന്നിരുന്നാലും പാവം തന്നെയാണ്. ഇത് ഹേതുവായി എൻ്റെ അസ്ഥികൾക്ക് ഒരു സ്വസ്ഥതയില്ല. യോബിന്റെ പുസ്തകം 21:34 അല്ല, 21:24 ഇത് വേറെ. കേട്ടാ, അവന് സമ്പത്തുണ്ട്, പക്ഷേ അവന്റെ അസ്ഥികളുടെ മജ്ജ എന്ത് ചെയ്ത് കളഞ്ഞ് ദൈവം? അയഞ്ഞ്, അതായത് ലൂസായി കളഞ്ഞ്. കട്ടിയായിരിക്കേണ്ട മജ്ജ ഇതാണ് കാലുമുട്ട് വേദന, കൈമുട്ട് വേദന. ഇതിനെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി അവർ പറയാം അസ്ഥി തേയ്മാനം. ഇവിടെ കിട്ടിയ ഇപ്പൊ ചിരട്ടയ്ക്കകത്തൊരു ഇഞ്ചക്ഷൻ എടുക്കും, 10,000 രൂപ. മജ്ജ ഉറക്കായി പഴയതുപോലെ ആകാൻ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും എടുക്കണം. വേദനയുള്ളവരൊക്കെ പോയി ആശുപത്രിയൊക്കെ പറഞ്ഞു തരാം, ഞാൻ കൊണ്ടുപോകാം, എൻ്റെ ചിലവ് കൂടെ വഹിച്ചാൽ മതി. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മുടെ നീരസങ്ങൾ വന്നാലും, പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് വരുമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത തെറ്റ് എല്ലാ ദിവസവും, നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടായിരിക്കും ഒരു തെറ്റ് ചെയ്യണത്. ഈ നല്ല കാര്യം 99നെയും വിട്ടിട്ട് തെറ്റ് ചെയ്ത ഒരു കാര്യത്തെ നീ മുമ്പിലെടുത്തു വെച്ച് അന്ന് മുഴുവനും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുപാട് നല്ല കാര്യം എന്ത് ചെയ്തിട്ടാണ് ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നത്. പക്ഷെ ആ തെറ്റാണ് നീ എന്ത് ചെയ്യുക? മുൻപിൽ കൊണ്ടുവരേണ്ടത്. നമ്മൾ അറിയിക്കേണ്ടത് അറിയിക്കുക തന്നെ വേണം. ദൈവത്തോട് പറയുക തന്നെ വേണം. നിങ്ങൾക്കറിയാം, ശൂനോംകാരത്തി വലിയ താല്പര്യത്തോടെ
ഒരു മുറി ഇറക്കി പണിതു. അടുത്ത പിന്നെ ഒരു കട്ടിൽ അതിനകത്ത് ഇട്ടു, ഒരു മേശ ഇട്ടു, ഒരു നാൽക്കാലി വെച്ചു, ഒരു നിലവിളക്ക് വെച്ചു. അപ്പം ഭർത്താവ് ചോദിച്ചു, ഭർത്താവിന് ഇതൊന്നും സമയമില്ല, വീട്ടിൽ എന്തിനൊക്കെ നടക്കണമെന്ന്. ചില ഭർത്താക്കന്മാരാണ് വീട്ടിൽ എന്തിനു നടക്കണമെന്ന് പോലും ഒന്നും അറിയില്ല. അവരങ്ങ് നടക്കുകയാണ്, അവർ ഇറങ്ങിക്കയറി അങ്ങ് നടക്കുകയാണ്. എല്ലാം പണി പൂർത്തി കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് ചോദിക്കണത്, നീ ഇപ്പം ഈ മുറി വെച്ചെന്തിന്? അതേപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഭർത്താക്കന്മാരുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം. നീ കൊടുക്കാത്ത പൈസയ്ക്ക് വല്ലതും കരിച്ചും പൊരിച്ചും തരണമെങ്കിൽ രുചി കൂട്ടി തിന്നു കളയരുത്. ഇത് വാങ്ങിക്കാൻ എവിടെ നിന്നടി ഈ പൈസ നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ട് വേണം ആ രുചിയുള്ള സാധനത്തിൽ കൈവയ്ക്കാൻ. ഇല്ലെങ്കിൽ പണി പാളും. മനസ്സിലായ? ഇല്ലെങ്കിൽ പണി പാളും. ചോദിക്കണം, എടീ ഞാൻ തന്നതിൽ ഈ പൊരിക്കേണ്ട പൈസ ഇല്ലല്ല, ഞാൻ തന്നതിൽ ഈ ഇറച്ചി വാങ്ങിക്കേണ്ട പൈസ വരൂലല്ല, പിന്നെ നിനക്ക് എവിടെ നടിയത് കിട്ടിയത് എന്ന് ചോദിച്ച് ആ പൈസയുടെ ഉറവിടം കണ്ടിട്ടാണ് ഇതിൽ നിന്ന് ഒരു ഇറച്ചിയുടെ കഷ്ണം എടുക്കാൻ. ഇല്ലെങ്കിൽ അത് ദഹനക്കേട് വരുത്തും, അതുറപ്പാ. ഇതൊക്കെ നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ ഇവര് ചോദിച്ചു, അത് ഇതുവഴി ഒരു ദൈവദാസൻ പോകുന്നുണ്ട്, ദൈവപുരുഷനാണെന്ന് എനിക്ക് ബോധ്യമായി. കാര്യം ഈ സുവിശേഷം പറയാൻ പറഞ്ഞു, പക്ഷെ ഒരു വീട്ടിൽ ഇടിച്ചു കയറാൻ എൻ്റെ കർത്താവ് പറഞ്ഞില്ല. പറഞ്ഞോ എവിടെയെങ്കിലും? നിങ്ങളെ കൈക്കൊള്ളുന്ന വീട്ടിൽ. അല്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോയി, അവൻ പോണത് വരെ ഇപ്പുറത്ത് എവിടെയെങ്കിലും വലിച്ച് ചെന്നിട്ട് ഭാര്യയുടെ അടുത്ത് ചെന്ന് സുവിശേഷം പറയായി. എൻ്റെ കർത്താവ് പറഞ്ഞില്ല, പഠിപ്പിച്ചുമില്ല. എലിശ അവിടെ കയറിയുമില്ല. എലിശ വീട്ടിൻ്റെ അടുത്തൂടെ എന്ത് ചെയ്യും? പോകും. എലിശയ്ക്ക് അറിയാം, ഇവിടെ എന്നെ കൊണ്ട് ഉപയോഗമുണ്ട്, ഈ വീട്ടിൽ എൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ട്. പക്ഷെ അതിന് സമയമാകുമ്പോൾ ഞാൻ കയറുമ്പോൾ എനിക്ക് വേണ്ടി അവിടെ പ്രത്യേകമായ ഒരു മുറിയും ഒരുക്കും. അതുവരെ എലിശ എന്ത് ചെയ്തില്ല? അവിടെ കയറിയുമില്ല, അങ്ങോട്ട് തിരിഞ്ഞുമില്ല. എലിശ അവിടെ കയറുമ്പോൾ ആ കട്ടിലൊക്കെ ഒന്ന് കയറി കിടന്നു നോക്കി, കൊള്ളാം, നല്ല കട്ടില്. എലിശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് വല്ലതും പറയണോ? അല്ലേ സിസ്റ്ററെ? അവിടെ 13 എത്ര വാക്യത്? 13. രാജാവിനോട് ഞാൻ വല്ലതും പറഞ്ഞ് നിനക്ക് വല്ലതും വാങ്ങിച്ചു തരണോ? സേനാധിപതിയോട് ഞാൻ വല്ലതും പറഞ്ഞ് നിനക്ക് സംരക്ഷണം ഒരുക്കി തരണോ? വേണമെങ്കിൽ ഇത് രണ്ടും ചെയ്യാൻ എനിക്ക് കഴിയും. കാരണം രാജാവിനെ അഭിഷേകം ചെയ്തവൻ ഞാനാ. എപ്പോഴും യുദ്ധത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്ന ആള് ഞാനാ. ഇവിടെ രണ്ടോ എനിക്ക് സ്വാധീനമുണ്ട്. നിനക്ക് വല്ലതും ചെയ്തു തരണോ? കാര്യം ഇവളെ വായിൽ നിന്ന് തന്നെ ഇവളെ ആവശ്യം ആർക്കറിയണം? മനസ്സിലായ അങ്ങക്ക്? അതുപോലെ 99 നല്ല കാര്യം ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? പറയണം. ആ 99 വിട്. ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ പാപനെ ഇരുത്തി കൊണ്ട് പറയാം. എടാ, ഒരു 2 വർഷം, ഒരു 1-2 വർഷത്തേക്ക് മുമ്പേ ചെയ്തതുപോലെ എനിക്കിപ്പോഴും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. 2 വർഷത്തിനൊക്കെ മുമ്പേ എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന്, എൻ്റെ കയ്യിൽ വന്ന നന്മ ഒന്ന്. പക്ഷെ ഇന്നെൻ്റെ കൈ ശൂന്യമാണ്. ഇന്ന് നന്മയില്ല, ആരോഗ്യമില്ല. അന്ന് ചെയ്തതുപോലെ ഞാൻ ഇന്ന് ഇവന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അന്നത് ചെയ്യാൻ കഴിയും, അന്ന് അവർക്ക് വേണ്ട.
ഇന്ന് ചെയ്യാൻ കഴിയില്ല, ഇന്ന് അവർക്ക് വേണം. ഇതാണ് പല ദൈവമക്കളുടെയും ജീവിതം. വേണമെന്നുള്ളപ്പം നീ ചോദിക്കില്ല, തരാൻ ദൈവത്തിന് മനസ്സുള്ളപ്പം നീ ചോദിക്കില്ല, എന്നാൽ നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ ചോദിക്കും. അപ്പം ദൈവം തരയില്ല. അന്ന് ചോദിച്ചില്ലല്ലോ നീ, ഞാൻ നിനക്ക് വേണ്ടി വെച്ച് നീട്ടിക്കൊണ്ടിരുന്നതല്ലേ, അന്ന് നീ ചോദിച്ചില്ലല്ലോ. ചോദിക്കാത്തെന്ത്? ഇത് മനസ്സിലായ? എലിശ ചോദിക്കുന്നു, ഇത്രയും വർഷമായിട്ട് നീ എനിക്ക് വേണ്ടി മുറിയൊരുക്കിയില്ലല്ലോ, ഇനി നിനക്കെന്തില്ല? നിന്റെ ആവശ്യം എന്താണെന്ന് നീ എന്നോട് എന്ത് ചെയ്യണം? പറയണം. അവള് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത വാക്യം വായിച്ച സിസ്റ്റർ, സ്വജനത്തിന്റെ മധ്യ വസിക്കുന്നു. എസ്കേൽ പ്രവചനം 36:15 അവിടെ വായിക്കുമ്പോൾ മക്കളില്ലാത്തത് ജാതികളുടെ ഇടയിൽ നിന്നയെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായ? അവൾ അത് സൂചിപ്പിക്കുക, ഞാൻ നിന്ദകളുടെ നടുവിൽ ജീവിക്കുന്നു, സ്വജനത്തിന്റെ നടുവിൽ. ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? തലമുറയുണ്ട്. എനിക്ക് പക്ഷേ അതില്ല. ഇതാണ് അവള് സൂചിപ്പിച്ചത്. ഉടനെ ഗേഹസി ഒന്ന് പിന്താങ്ങി. വായിച്ചേ. വീണ്ടും വീണ്ടും എലിശയുടെ ചോദ്യം കണ്ട. എലിശയ്ക്ക് പിടികിട്ടി കാര്യം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ സ്വജനത്തിന്റെ ഇടയിൽ പാർക്കുന്നുവെങ്കിൽ ന്യായം തിരിയണം, നിനക്ക് കുറെ നന്മ തരണോ? ഉടനെ ഗേഹസി പറഞ്ഞു, അവൾക്ക് എന്തില്ല? മക്കളില്ല, പക്ഷെ ഭർത്താവ് വൃത്തനായി. വൃത്തനാകാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന്. എൻ്റെ കർത്താവിന് എന്തില്ല? വാർദ്ധക്യം ഇല്ല. കർത്താവ് നമുക്ക് തന്ന രക്തം 33 തിരുവയസ്സിലുള്ള രക്തം, യൗവനത്തിന്റെ രക്തം. അതായത് ഇന്നും വാർദ്ധക്യമില്ലാതെ ജീവിക്കുന്ന ആ ദൈവമുണ്ട് നമുക്ക്. ആ ദൈവമുണ്ട്. നിന്റെ ഭർത്താവേ വയസ്സനായുള്ളൂ, പക്ഷെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? വയസ്സനായിട്ടില്ല. എലിശ ഉടനെ പറഞ്ഞ ഒരു വാക്കുണ്ടോ? എന്താ സിസ്റ്റർ വായിച്ചേ? അവളെ വിളിക്കാൻ പറഞ്ഞു. കണ്ടാ, നിന്റെ ഭർത്താവ് വയസ്സനായിരിക്കും, പക്ഷെ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം വയസ്സനല്ല, അവനാണ് മക്കളെ കൊടുക്കുന്നത്. യാക്കോബ് ചോദിക്കുന്നു, നിനക്ക് മക്കളെ തരാതിരിക്കാൻ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തോ? ആ ദൈവത്തിന് ഇതുവരെ വാർദ്ധക്യം വന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത വർഷം ഇതേ സമയം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അടിസ്ഥാനമിട്ടില്ല, അതിനു മുമ്പേ പറയുകയാണ്, ഒരു ആൺതലമുറയെ അണച്ചുകൊള്ളണമെന്ന്. ഇത് നമ്മൾ ഏറ്റു പറയണം. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം, നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റു പറയണം. അല്ല, ഇതൊരു ന്യായപ്രമാണത്തിന്റെ കാര്യമാണ്. സംഖ്യാപുസ്തകം 5:5 വായിച്ചിട്ട് വേഗത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. കണ്ട, ചെയ്ത പാപം നീ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ മതിയാവും. ദൈവം കണക്കിടാതിരിക്കണമെങ്കിൽ. ശലോമോൻ പറഞ്ഞു, തന്റെ ലംഘനങ്ങൾ മറച്ചു വെക്കുന്നവന്
ശുഭം വരില്ല. ഹോശയ്യ പറഞ്ഞു, അവർ തങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ തിരിഞ്ഞിരിക്കും. അങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ടോ? ഹോശയ്യ 5:15. 5-ാം അധ്യായം 15-ാം വാക്യം. വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ പാപത്തിന്റെ കഷ്ടത അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ കഷ്ടതയിൽ അവരെന്ത് ചെയ്യണം? ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കണം. എടാ, കഷ്ടത വന്നാൽ നീ നേരത്തെ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇനി 7 വട്ടം പ്രാർത്ഥിക്കണം. ഇതിനാ ദൈവം കഷ്ടത തരുന്നത്. അവരെന്നെ ജാഗ്രതയോടെ, ഇതാണ് കണ്ടെത്താവുന്ന സമയം. സങ്കീർത്തനത്തിൽ 6-ാം വാക്യം വായിക്കുന്നതാ. എന്താ വായിക്കുന്നത് അവിടെ? ഇത് നിമിത്തം, ഏത് നിമിത്തം? ഈ കഷ്ടത നിമിത്തം, ഈ കഷ്ടത നിമിത്തം, ഈ ഞരക്കം നിമിത്തം, ഈ വ്യസനം നിമിത്തം നീ കണ്ടെത്താവുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഈ കഷ്ടതയുടെ സമയമാ, ഈ വേദനയുടെ സമയമാ, ഈ കണ്ണുനീരിന്റെ സമയമാ. ഈ സമയത്ത് നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്കറിയാമോ പ്രിയ ദൈവങ്ങളെ, എല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെയുള്ള വിടുതലല്ല. ശമൂവേൽ ബാലന് വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചു. ഹന്ന പ്രാർത്ഥിക്ക. ഹന്നയുടെ പ്രാർത്ഥന കൊണ്ടാണോ ശമൂവേൽ ബാലനെ കിട്ടിയതാ? ഹന്നയുടെ പറച്ചിലും ആ സാഹചര്യവും നിങ്ങളൊന്ന് വ്യക്തമായി പഠിച്ചേ. ഹന്ന എന്താ പറഞ്ഞത്? എൻ്റെ സങ്കടം നോക്കി യഹോവ എനിക്ക് ഒരു പുരുഷ പ്രജ തരുമെങ്കിൽ ഞാൻ അവന് യഹോവയ്ക്ക് കൊടുക്കുക. ഇനി മറ്റൊരു പ്രാർത്ഥന അവിടെ ഉണ്ടായോ? ഉണ്ടായോ? ശമൂവേൽ ബാലന് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചോ? ഏലി എന്തിനു പ്രാർത്ഥിച്ച്? ഇവൻ ജനിച്ചതേ കഷ്ടമെന്നാണ് ഏലിയുടെ പ്രാർത്ഥന. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ നന്മയെല്ലാം അടിച്ചോണ്ട് പോകാനാണ് ജനിച്ചത്. വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? ഈ ഭൂമിയിൽ ആദ്യത്തെ ഗ്രഹം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹമാണ് തന്നെ. ഇസ്രായേൽ ഗ്രഹം 5 വീടുണ്ടെന്നാണ് ഞാൻ ഇന്നലെ ഇരുന്ന് പഠിക്കുമ്പോൾ മനസ്സിലായത്. ഒന്ന് അടുത്തുണ്ടായത് സഭയാകുന്ന ഗ്രഹം, അടുത്തുണ്ടായത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരം, 4ാമത് നമ്മുടെ താമസിക്കുന്ന ഭവനം, 5ാമത്തെ ഭവനം നിത്യ ഭവനം. ആദ്യത്തെ 4 എവിടെയാണ്? ഭൂമിയിൽ. അതഴിയും, മറ്റതഴിയില്ല. അവിടെ പോകാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഇസ്രായേൽ ഗ്രഹം പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? ഏലി എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് പൊറുതി മുട്ടി. ദൈവവചനം വെളിപ്പെടുന്നില്ല, ദർശനമില്ല. രാജോണ്ടാ പിടി കിട്ടിയ? ഇസ്രായേൽ ഗ്രഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവവചനം ദുർലഭമായിരിക്കുന്നു, ദൈവവചനം കൊടുക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് വേണം, ദൈവവചനം പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് വേണം, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് വേണം. ഇതാര് പ്രാർത്ഥിക്കുന്നു? ഇസ്രായേൽ ഗ്രഹം പ്രാർത്ഥിക്കുന്നു. 2, ഞങ്ങൾക്ക് ദർശനമുള്ള ഒരു വ്യക്തിയെ തരണം. ഏലിയുടെ കാലത്ത് ദർശനമില്ല, ആ ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ദർശനമുള്ള ഒരാളെ ഞങ്ങൾക്ക് തരണം. ഈ 2 പ്രാർത്ഥനകൾ ഹന്ന തന്റെ നിന്ന മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പെണ്ണിനെ കുത്തുവാക്ക് നിർത്താൻ വേണ്ടി ഹന്ന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഭർത്താവ് ഇരട്ടി ഓഹരി കൊടുത്തിട്ട് മനസമാധാനമില്ലാത്ത ഹന്ന പ്രാർത്ഥിക്കുന്ന തന്റെ മനസമാധാനം കിട്ടാൻ, തന്റെ നിന്ന മാറാൻ, തന്റെ പരിഹാസം മാറാൻ. എന്നാൽ ഇസ്രായേൽ ഗൃഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവവചനം നിന്നുപോയി, ദുർലഭമായി, ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ദർശനത്തിൽ നടത്താൻ ഒരു വ്യക്തിയെ വേണം. ഈ രണ്ട് പ്രാർത്ഥനകൾ ഒത്തു വന്നപ്പോൾ അന്നേര മുഖം പാടിയില്ല. പിടികിട്ടിയാ? നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്കൊരു മോനെ കിട്ടണം, അല്ലെങ്കിൽ ഒരു മോളെ കിട്ടണം. എന്തിന്? അവൻ പഠിച്ച് വലുതായി. പിടികിട്ടിയാ നിങ്ങൾക്ക്? അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാ നമുക്കുള്ളത്. എടാ, എൻ്റെ വീട്ടിൽ ആത്മീയനില്ല, എൻ്റെ വീട്ടിൽ ദൈവവചനത്തിന്റെ മർമ്മം ഗ്രഹിക്കുന്നവനില്ല, എൻ്റെ വീട്ടിൽ ഒരു പ്രവാചകനില്ല, എൻ്റെ വീട്ടിൽ ഒരു ദർശകനില്ല. അടുത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ തലമുറയുടെ തലമുറയ്ക്കെങ്കിലും ഒരു ദർശനമുള്ള ഒരു മകൻ, ഒരു വെളിപ്പാടുള്ള ഒരു മകൻ, ഒരു പ്രവാചകനായ ഒരു മകൻ, ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ഒരു മകൻ എൻ്റെ തലമുറയ്ക്ക് നീ കൊടുക്കണമേ എന്ന് ആര് കുടുംബത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങണോ അവരുടെ മുഖം പാടില്ല. അവരുടെ മുഖം വാടാത്ത തലമുറയെ കൊടുക്കാൻ എൻ്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹന്നയുടെ പ്രാർത്ഥനയേക്കാൾ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ ഗൃഹത്തിന്റെ പ്രാർത്ഥനയെ മാനിച്ചു. അല്ലേ? ദൈവം ആദ്യം സംസാരിച്ചത് ശമൂവേലിനോട്. ശമൂവേലിനെ വിളിച്ചു ദൈവം. ഇസ്രായേൽ ഗൃഹത്തിന്റെ പ്രാർത്ഥന 2:3-19 വായിക്കുമ്പോൾ അല്ല, ദൈവവചനം ശമൂവേലിനോട് കൂടെ ഉണ്ടായിരുന്നു. ഒന്നും നിഷ്ഫലമല്ല. ഇസ്രായേൽ ഗൃഹം, ഇതൊന്നും ഹന്ന പ്രാർത്ഥിച്ചതല്ല. ഹല്ലേലൂയ, സ്തോത്രം. 20 ദാൻ മുതൽ ബർശേബ വരെ ശമൂവേൽ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ഇതാര്? ഹന്ന പ്രാർത്ഥിച്ചതല്ല, ഇത് ഇസ്രായേൽ ഗൃഹം പ്രാർത്ഥിച്ചത്. എടാ, നിന്റെ വീട്ടിനകത്ത് ഒരു തലമുറയില്ലാത്ത ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ അതിനെ കുത്തി വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നീ കുത്തിയിരുന്ന അവൾക്ക് തലമുറ ഇല്ല എങ്കിൽ, അവന് തലമുറ ഇല്ല എങ്കിൽ, നീയും നിന്റെ കുടുംബവും കുത്തിയിരുന്ന ഇതേപോലെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാനോ ചെയ്യും. വെളിപ്പെടും. നമ്മൾ വിചാരിക്കണേ എന്തെന്നറിയാമോ? അത് മോൻ പ്രാർത്ഥിച്ചോളും, മരുമോള് പ്രാർത്ഥിച്ചോളും, അല്ലെങ്കിൽ മോള് പ്രാർത്ഥിച്ചോളും, മരുമോ എന്ത് ചെയ്തോളൂ. ആ ഗ്രഹത്തിൽ ആരെല്ലാം ഉണ്ട്? അവരെല്ലാം കുത്തിയിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ആവശ്യം പറഞ്ഞു തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇല്ലാതെയല്ല. ദൈവം പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം കൂടെ ഒന്ന് വായിരെ. 5:22. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എന്റെ സന്നിധിയിൽ നിങ്ങൾ വിറയ്ക്കണം. കണ്ടാ? നീ എന്നെ ഭയപ്പെട്ടാ മതി. കടല് എത്ര അലച്ചു വന്നാലും അത് കടക്കാതെ വണ്ണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മണലുകൊണ്ട്, നീയൊക്കെ കാൺക്രീറ്റ് കൊണ്ട് കല്ല് പറക്കിയിട്ട് അതിനെ ഹാല്യാസ്വത്രം ചെയ്യുന്ന നീ അതിര് കെട്ട്. പക്ഷെ ഞാൻ കെട്ടിയിരിക്കുന്ന അതിരുണ്ടല്ലോ, പഞ്ചസാര മണലുകൊണ്ട്, ഏത് പിള്ളേർക്കും കാരി കളിക്കാൻ കഴിയുന്ന മണലുകൊണ്ട്. ഹാല്യാസ്വത്രം ഭാരമുള്ള മണല്, ഭാരമുള്ളതാ. കല്ല് ഹാല്യാസ്വത്രം വെയിറ്റ് ഉള്ളതാ. മനസ്സിലായോ നിങ്ങൾക്ക്?
മണലൊന്ന് വാരി കെട്ടിയിട്ട് ഒരു ചാക്കിൽ കെട്ട്, കല്ലും ആ മണലിലാണ് വെയിറ്റ് കൂടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാരമുള്ള മണൽ കൊണ്ട് അതിര് വെച്ചിരിക്കുന്ന എന്തിനെന്നറിയുമോ? ശലോമോൻ പറയുന്നു, അന്യനല്ല, നിന്റെ അതരം തന്നെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. നീ ദൈവത്തെ ഭയപ്പെടണം. നീ ദൈവത്തെ ഭയപ്പെട്ടിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ എത്ര തന്നെ തിരമാല ആർത്തിരച്ചു വന്നാലും അതിന് ഞാൻ ഒരു അതിരിട്ടുണ്ട്. ഇതുവരെ വരാം, ഇതിനിപ്പുറം എന്ത് ചെയ്യരുത്. എടാ, ദൈവത്തെ ഭയപ്പെട്ടാ മതി. ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെട്ടിട്ട് പറ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. എൻ്റെ കഷ്ടത ഇതുവരെ വരാം, ഇതിനിപ്പുറം എന്ത് ചെയ്യരുത്, കയറരുത്. ഹല്ലേലൂയ, സ്തോത്രം. ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് എൻ്റെ കഷ്ടത ഇതുവരെ വരൂ, ഇതിനിപ്പുറം എന്ത് ചെയ്യില്ല. എന്നെ തകർത്ത് കളയത്തക്ക രീതിയിൽ എൻ്റെ കഷ്ടത എന്നെ തൊടില്ല എന്ന് ധൈര്യമായിട്ട് നീ എന്ത് ചെയ്യണം, ഉറപ്പിച്ച് പറയണം. അത് വായിച്ച സിസ്റ്റർ, തിരകൾ അലക്കട്ടെ. ഇവിടെ തിരയ്ക്കൊരു ഗർവമുണ്ട്. ഈ കടലിന്റെ മീതെ ഇരിക്കുന്ന ആരെന്ന് ഞാൻ പറഞ്ഞു തന്ന്, തിരകളുടെ മീതെ ഇരിക്കുന്ന ഒരാളിനെ ഞാൻ ഇതിനു മുമ്പേ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ആര്? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമായിരുന്നു. ഞാനും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ ആ പെരുവെള്ളത്തിന്റെ മീതെ എന്തിരിക്കുന്നു? അവക്ക് ആരെ രക്തം കുടിക്കണം? ഭക്തന്മാരുടെ രക്തം കുടിക്കണം. ദൈവത്തെ വിളിക്കുന്നവരുടെ രക്തം അവക്ക് കുടിക്കണം. അതിന് തിരമാല എന്ത് ചെയ്തോണ്ടിരിക്കും അവള്? അതുകൊണ്ട് യോബിന്റെ പുസ്തകത്തിൽ ഞാൻ തിരമാലയുടെ ഗർവത്തെ അടക്കും. തിരമാലയുടെ ഗർവത്തെ അടക്കും ഞാൻ. കാരണം ഞാൻ പഞ്ചസാര മണൽ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര തിരമാല എത്ര ഗർവത്തോടെ വന്നാലും ഇതുവരെ വരാം. അതാ, ഇതുവരെ വരാം. ഇതിനിപ്പുറം എന്ത് ചെയ്യരുതാ, വരരുത്, വരരുത്. അതുകൊണ്ട് നിന്റെ പാപത്തെ നീ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റു പറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ എന്ത് ചെയ്യും? അവൻ വിശ്വസ്തനാ, വിശ്വസ്തനാ. പാപങ്ങളെ ഏറ്റുപറയുന്നവൻ അടുത്ത് ചെയ്യുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമായിരുന്നു. കൊലോസ്യർ 2:7. പെട്ടെന്ന് വായിച്ചോ. കണ്ട, പാപം മോചിപ്പിച്ച് കിട്ടുന്ന ഒരു വ്യക്തി അവനിൽ വേരൂന്നണം. ആരിൽ? ക്രിസ്തുവിൽ വേരൂന്നണം. അടുത്ത വേരൂന്നി ആത്മീയ വർധനവ് നീ വരുത്തണം. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം കേട്ടാ, വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിഞ്ഞ്
കവിഞ്ഞിരിക്കണം. കവിഞ്ഞിരിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 3:7 വായരെ. ഒരാളെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 14-15 വായരെ. കണ്ട, എങ്ങനെ ആശ്വാസം പ്രാപിക്കും? വിശ്വാസം ഹേതുവായി. വിശ്വാസമില്ലാത്ത ഒരാൾ എങ്ങനെ ആശ്വാസം പ്രാപിക്കും? വിശ്വാസം ഹേതുവായി ആശ്വാസം പ്രാപിക്കും. ഇത് അല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം ഒന്നെടുത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 14 അല്ല, ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരും, അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. നോക്കണമേ, ഉയരത്തിൽ നീ ഈ പാപത്തെ ഏറ്റുപറയുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ആത്മാവ് നിന്റെ മേൽ പകരും. ആത്മാവ് നിന്റെ മേൽ പകരും. പ്രിയ ദൈവമക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളെ അടുത്ത് പറയും, ഉറച്ചു കിടന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മൗന പ്രാർത്ഥനയാണ് നല്ലതെന്ന്. മൗന പ്രാർത്ഥനയിൽ നമ്മളെ കർത്താവിൻ്റെ അടുത്ത് എല്ലാം തുറന്ന് എന്ത് ചെയ്യുക? പക്ഷേ ഈ ഉറച്ചു കിടന്നുള്ള പ്രാർത്ഥനയിൽ എന്ത് ചെയ്യില്ല, പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയുമ്പോഴും ആ ടോണ് കേട്ടോണ്ടിരിക്കണം. അവ എന്നെക്കുറിച്ച് എന്തൊരു കണക്കൂട്ടും. അവ എന്നെക്കുറിച്ചൊരു വിലയിട്ടിട്ടുണ്ട്, അങ്കിളിങ്ങനെയൊക്കെ ആണെന്ന്. അപ്പോഴാണ് എൻ്റെ പാപം ഞാൻ ഉറച്ച് പറയുകയാണ്. അപ്പോൾ അവൻ കേട്ടിട്ട് ചിന്തിക്കും, ഛേ, അങ്ങൾ ഇങ്ങനെയുള്ളവനാ, ഇങ്ങനെയുള്ളവനെന്ന് ഞാൻ എന്ത് ചെയ്തില്ലല്ലോ ഇതുവരെ. മറ്റതും മൗനമായിട്ട് ദൈവത്തോട് നീ അങ്ങ് ഏറ്റുപറ. നീ കരഞ്ഞു കഴിയുമ്പോൾ ഉയരത്തിൽ നിന്നൊരാത്മാവ് നിന്റെ മേൽ പകരും.